എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹയർ ഇൻവെർട്ടർ AC-യുടെ PCB ആണ്. നമുക്കിത് E7 എന്നുള്ള എറർ കോഡ് കംപ്ലൈൻറ്റുമായിട്ടാണ് നമുക്ക് ഈ ഒരു PCB വന്നിട്ടുള്ളത്. അപ്പോൾ നോർമലി ഹയറിൽ E7 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എററാണ്. ഇൻഡോറും ഔട്ട്ഡോറും കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെന്നുണ്ടെങ്കിൽ E7 എറർ വരും. അപ്പോൾ അത് പല രീതിക്കാണ്. നമുക്ക് എപ്പോഴും ഒരേ ഈ കമ്മ്യൂണിക്കേഷൻ എററാണെങ്കിലും പക്ഷെ ഒരേ കംപ്ലൈൻ്റ് ആയിരിക്കത്തില്ല. പല രീതിക്കുള്ള കംപ്ലൈൻറ്റ് കൊണ്ടും E7 എറർ കമ്മ്യൂണിക്കേഷൻ എറർ വരാം. ഔട്ട്ഡോർ ബോർഡിൽ നമ്മൾ കംപ്രസർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡോറിൽ ഫാനില്ല, ഇത് AC ഫാനാണ്, അപ്പോൾ ഫാനിൻ്റെ കണക്ഷൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഇൻഡോറിനകത്ത് AC മോട്ടറാണെങ്കിലും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട് ഈ മോട്ടർ നമ്മൾ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ബോർഡ്, ഡിസ്പ്ലേ ഇതെല്ലാം ഇരിപ്പുണ്ട്. കണക്ഷനും കാര്യങ്ങളും ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷൻ കണക്ഷനും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് തന്നെ ഓൺ ചെയ്തിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതിനകത്ത് എന്താണ് പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പവർ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ആ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകളുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് പവർ ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ആക്കിയിട്ടുണ്ട്, ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് 16 കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഹയറിൽ മാത്രം ഉള്ള ഒരു രീതിയാണ്. ഹയറിൻ്റെ ഒരു LED കമ്മ്യൂണിക്കേഷൻ LED ഉണ്ടാവും. പക്ഷേ ആ LED നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ വൺ സൈഡ് 2 സൈഡോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവും. ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ടിട്ടാണ് ആ LED ബ്ലിങ്ക് ആവുന്നത്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് E7 എന്നുള്ളത് ആ എറർ കോഡ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ആ E7 എറർ കോഡ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ E7 എന്നുള്ള ആ ഒരു എറർ കോഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. E7 കമ്മ്യൂണിക്കേഷൻ എറർ. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഈ ഒരു LED ഇപ്പോൾ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നേരത്തെ നമുക്കവിടെ അത് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും തിരിച്ച് ആ LED ഇതാണ്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെക്കറുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ ചെക്കർ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനകത്ത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ആ LED കത്തുന്നുണ്ട്, അതേ കണക്ക് തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഈ കമ്മ്യൂണിക്കേഷനിൽ ഇൻ അല്ലെങ്കിൽ ഔട്ട് ഏതെങ്കിലും ഒരു LED കത്തണം. ഇന്നും ഔട്ടും ഉണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് ചിലപ്പോൾ ഒരു LED ആയിരിക്കും കത്തുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിക്കേഷൻ ചെക്കറാണ്. UVW ടെസ്റ്ററും കൂടെയാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ന്യൂട്രൽ കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ഈ 2 വയർ ഇതിൽ ബ്ലാക്ക് എന്ന് പറയുന്നത് ന്യൂട്രും റെഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ലൈനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ആദ്യം ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ 2 LED കൂടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ആ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ LED ബ്ലിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിനകത്ത് ഈ കമ്മ്യൂണിക്കേഷൻ ലൈനിൽ എന്തോ ഒരു ഫോൾട്ട് ഉണ്ട്. ഹയറിൻ്റെ ഈ ഒരു ബോർഡിൽ ഇതിനെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡോർ എന്നാണ്. ഇൻഡോറാണ് ആദ്യം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില മറ്റുള്ള ബോർഡുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട്ഡോർ ആയിരിക്കും. ഔട്ട്ഡോറിൽ നിന്നായിരിക്കും ഇൻഡോറിലോട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് നേരെ ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലോട്ടാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നുണ്ടോ, ആ കമ്മ്യൂണിക്കേഷനിൽ എവിടെയാണോ ഫോൾട്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം ഇത് ഇപ്പോൾ ഈ LED ബ്ലിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചെക്കറിനകത്തുനിന്ന് മാറ്റാം. നമുക്ക് മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് മോഡിലോട്ട് ഇടുക. വോൾട്ടേജ് മോഡിലിട്ടിട്ട് ഇവിടെ ഈ വരുന്ന 2 ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത് ഒന്ന് RXും ഒന്ന് TXും, ഒന്ന് ട്രാൻസ്മിഷനും ഒന്ന് റിസീവിങ്ങിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ 2 ഒപ്റ്റോ കപ്ലർ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ബോർഡിൽ നോക്കാം. ഇതിലൂടെ 1 വോൾട്ട് വരണം. 1 വോൾട്ട് ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള 1 വോൾട്ട് വരണം. ഇപ്പോൾ 1.1 വോൾട്ട് ഉണ്ട്. അത് ഒരു നിശ്ചിത ഇടവേളയിൽ ഫ്ലക്ച്വേറ്റഡ് ആവുന്നുണ്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നത്. പക്ഷേ ഇതല്ല, ഈ നമുക്ക് റിസീവിങ് കൊണ്ട് നോക്കാം. റിസീവിങ്ങിലും എന്തൊക്കെയാണ്, അവിടെ 5 വോൾട്ട് വരണം. ഇവിടെ 4ൽ വന്ന 3ലോട്ട് പോകുന്ന, പിന്നെ 4ലോട്ട് വന്ന് 3ലോട്ട് പോകുന്നു.
കാര്യം ഇങ്ങനെയല്ല ഇത് ഫ്ലക്ച്വേഷൻ ചെയ്യേണ്ടത്. ഈ 1നെ താഴോട്ട് വരണം, 1 വോൾട്ടിന് താഴോട്ട് വരണം. പക്ഷെ കൂടുതലും 3യിലാണ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഔട്ട്ഡോർ നോക്കാം. ഔട്ട്ഡോറിനകത്ത് നമുക്കിവിടെ 2 ഇൻഡിക്കേറ്ററും കത്തിക്കിടപ്പുണ്ട്. ഒരെണ്ണം അവിടെയുണ്ട്, ഒരെണ്ണം തന്നെ ഇതിൻ്റെ താഴെ ഇവിടെയായിട്ട് വരും. 2 ഇൻഡിക്കേറ്ററും കത്തിക്കിടക്കുന്നതുകൊണ്ട് ഔട്ട്ഡോർ വർക്കിംഗ് ആണ്, ഔട്ട്ഡോർ ചാലുവായി കിടക്കുകയാണ്. ഔട്ട്ഡോറിൽ ഈ ഒരു സെക്ഷനാണ് നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒപ്റ്റോ കപ്ലർ വരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നെ അവിടെയും നമുക്കിത് കണക്ക് കറക്റ്റായിട്ട് സപ്ലൈ വരുന്നുണ്ടോ സപ്ലൈ ഇല്ല എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് റിസീവിംഗ് ആണ്. ഇവിടെയും 4 വോൾട്ട് ചെറുതായിട്ട് ഫ്ലക്ച്വേറ്റഡ് നിൽപ്പുണ്ട്, അത് താഴോട്ട് പോകുന്നില്ല. അതായത് ഇൻഡോറിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഔട്ട്ഡോർ കറക്റ്റായിട്ട് റിസീവ് ആവുന്നില്ല. ഔട്ട്ഡോർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇവിടെ 1 വോൾട്ട് വരണം, ഇവിടെ ഫ്ലക്ച്വേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇത്രയാണ്. ഇൻഡോർ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഔട്ട്ഡോറിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഔട്ട്ഡോറിൽ കമ്മ്യൂണിക്കേഷൻ അത് റിസീവ് ആവുന്നില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. ആ ഡേറ്റയും സിഗ്നലൊക്കെ നമുക്കൊന്ന് കറക്റ്റാണോ ട്രാൻസ്മിഷൻ നടത്തുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ആ ട്രാൻസ്മിഷനിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ലയോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഈ ബോർഡൊന്ന് തിരിച്ചു വയ്ക്കണം. അപ്പോൾ ഇൻഡോറിൽ ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇൻഡോറിൽ കറക്റ്റായിട്ട് ആ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എൻ്റെ ഓസിലോസ്കോപ്പാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ചെക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓസിലോസ്കോപ്പാണ്. ഇത് നമുക്ക് ഉപയോഗപ്പെടും. നമ്മൾ ഓസിലോസ്കോപ്പ് ഓൺ ചെയ്ത് ഇതിലെല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് പവർ ഓൺ ചെയ്യാം. ഓക്കെ, പവർ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഈ ഇൻഡോറിന് നമുക്ക് ട്രാൻസ്മിഷനിൽ എത്ര ട്രാൻസ്മിഷനിൽ ഇടവിട്ട് ആ ഒരു ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ട്. അത് ഇവിടെ 1.1 വോൾട്ടേ അവിടെ വരത്തുള്ളൂ. അപ്പോൾ അത് ഈ ഒരു ഒപ്റ്റോ കപ്ലറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി അത്രയും വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കുന്നത്. അത് ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് 330 ഓംസിൻ്റെ റെസിസ്റ്റൻസാണ്. അതിൻ്റെ ഈ സൈഡിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ആ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ആ സിഗ്നൽ കറക്റ്റാണ്, അവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് റിസീവിങ് മോഡ് നോക്കാം. റിസീവിങ് മോഡിൽ ഇവിടുത്തെ ട്രാൻസ്മിഷൻ കംപ്ലൈൻ്റ് ആണ്, അതായത് റിസീവിങ് കംപ്ലൈൻ്റ് ആണ്. ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഔട്ട്ഡോറിൽ നിന്നുള്ള സിഗ്നലല്ല, ഇത് ഇൻഡോർ നമ്മൾ ഇൻഡോറിൽ നിന്നുള്ള സിഗ്നലിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കാണുന്ന വേവ് ഫോം എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ഔട്ട്ഡോർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വേവ് ഫോം അല്ല, കറക്റ്റ് നമുക്ക് ഇൻഡോറിൻ്റെ ഈ ഒരു വേവ് ഫോം തന്നെയായിരിക്കും ഔട്ട്ഡോർ എന്നുള്ളത് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇൻഡോർ റിസീവിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഇൻഡോർ റിസീവിംഗ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇൻഡോർ റിസീവിങ് ഇത് ഈ ഒരു വേവ് ഫോം ഇൻഡോർ തന്നെ അയക്കുന്ന ട്രാൻസ്മിഷൻ്റെ റിഫ്ലക്ഷനാണ് ഈ കാണുന്നത്. ഇതേ കണക്ക് തന്നെ നമുക്ക് ഔട്ട്ഡോറിലും ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്ഡോറിൻ്റെ റിസീവിങ് മോഡ് നോക്കാം. റിസീവിങ് മോഡിൽ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു റിയാക്ഷൻ വരുന്നതെന്ന്. ആ ഒരു ചെറിയൊരു ഫ്ലക്ച്വേഷൻ അല്ലേ വേണ്ട, ഈ കാണുന്ന ആ ഫ്ലക്ച്വേഷൻ അത് മാത്രമാണ് ഔട്ട്ഡോർ റിസീവ് ആവുന്നത്. അവിടെ കറക്റ്റുള്ള ആ ഫോമിലായിട്ടുള്ള ഒരു വേവ് ഫോം അല്ല അവിടെ റിസീവ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിന്ന് ട്രാൻസ്മിഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ട്രാൻസ്മിഷൻ ലൈനിലും ഒന്നുമല്ല, അവിടെയും 5 വോൾട്ട് ഉള്ളപ്പായിട്ടാണ് നിൽക്കുന്നത്. അവിടെയും ഇത് വോൾട്ടേജ് ഇപ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 2 വോൾട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു ഔട്ട്ഡോർ ട്രാൻസ്മിഷൻ ചെയ്യുന്നില്ല. കാര്യം ഈ ഇൻപുട്ട് റിസീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ട് ട്രാൻസ്മിഷൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 മൾട്ടിമീറ്റർ വെച്ചിട്ടുള്ളതും DSO വെച്ചിട്ടുള്ളതും ആ ഒരു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ എന്നിട്ടും എന്താണ് ഇതിനകത്തുള്ള പ്രശ്നമെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു.
പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്ത് ഇതേ സെയിമിലുള്ള വേറൊരു ബോർഡ് വെച്ച് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കി. കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. അതെന്ന് പറയുന്നത് ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്കിതിൽ ആ ഒരു വ്യത്യാസം കണ്ടുള്ളൂ. ആ വ്യത്യാസമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നവും. കാര്യം ഞാനിപ്പോൾ ഇത് പവർ ഓൺ ചെയ്യണം. ഞാനിപ്പോൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ്, ഈ LED ബൾബ് നല്ല പ്രകാശിക്കണം. ആ ഒരു ബോർഡിൽ നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബോർഡിൽ ഈ ഒരു LED വളരെ പ്രകാശം കുറഞ്ഞ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു LED ഫോൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയോഡ്, റെക്ടിഫയർ ഡയോഡിന് പകരമായിട്ട് ഈ ഒരു LED കണക്ഷൻ കൊടുക്കുന്നത്. അല്ലാതെ കമ്മ്യൂണിക്കേഷന് പാരലായിട്ട് അല്ല ഈ ഒരു LED വർക്ക് ചെയ്യുന്നത്. ഈ ഒരു LED സർക്യൂട്ട് ഡയഗ്രാം നോക്കിയപ്പോഴത്തേക്കും ആ ഒരു ഡയോഡിൻ്റെ അതേ പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ഒരു LED ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം നോർമൽ നമുക്കിവിടെ 2 റെക്ടിഫയർ ഡയോഡ് ഉണ്ടെങ്കിലും ഈ LED എന്ന് പറയുന്നത് ഒരു റെക്ടിഫയർ ഡയോഡിൻ്റെ മോഡിലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടിൽ. അപ്പോൾ ഇത്രയും വളരെ വെട്ടം കുറഞ്ഞ രീതിയിൽ ഇത് കത്തുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ആ ഒരു വോൾട്ടേജ് സ്വിച്ചിങ് അവിടെ നടക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇതാണ് എനിക്കതിൽ ഇതിൻ്റെ ആ സെയിം ആ ബോർഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു LED ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു LED കൊടുത്ത് നോക്കാം. എന്നിട്ട് ആ LED നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടെത്തൽ ഒരു തെറ്റായ ഒരു കണ്ടെത്തലായിട്ട് മാറും. എന്തായാലും ഞാൻ ഒരു വലിയ LED എടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണത്തിനകത്ത് നിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. വേറൊരു ബോർഡിൽ നിന്ന് നമുക്ക് ഈ ഒരു LED ഇവിടെ കണക്ഷൻ കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു LED ഞാനിവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആ LEDയുടെ പ്രകാശം കണ്ടോ, നല്ല രീതിയിലുള്ള ഒരു പ്രകാശത്തിലാണ് ആ LED നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നല്ല രീതിയിൽ മറ്റ് പഴയ LED ഒരു ചെറിയൊരു രീതിയിലാണ്. അപ്പോൾ ആ LEDക്ക് എന്തോ ഫോൾട്ട് ഉണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒരു കമ്മ്യൂണിക്കേഷനും കൂടെ, ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാണ് റിസീവിങ്. പിന്നെ അതായത് ഔട്ട്ഡോറിൽ നിന്ന് ഇൻഡോറിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിഗ്നലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ ഇവിടെ ഈ ഫുള്ള് ലെങ്തിലുള്ള കമ്മ്യൂണിക്കേഷനേ ഇല്ല. ജസ്റ്റ് ഇടയ്ക്ക് ഒരു ചെറിയൊരു ഇടവിട്ട ടൈമിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടോ, ആ LED കറക്റ്റ് അതിൻ്റെ ആ ഒരു അത് ബോർഡുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസമാണ്. ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ നമുക്ക് ഔട്ട്ഡോർ ഇൻഡോർ ട്രാൻസ്മിഷൻ ലൈൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ട്രാൻസ്മിഷനിൽ ആ ഒരു ഗ്യാപ്പുണ്ട്, ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പ്. നേരത്തെ നമ്മുടെ റിസീവിങ് മോഡിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ട്രാൻസ്മിഷൻ്റെ അതേ ഗ്യാപ്പ് റിസീവിങ് മോഡിൽ വന്നിട്ട് ആ ട്രാൻസ്മിഷൻ നടക്കുന്നതിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ് നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ റിഫ്ലക്ഷനും ഉണ്ട്, ഔട്ട്ഡോർ എന്നുള്ള കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. കറക്റ്റ് വേവ് ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്രസർ ഇനി എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കമ്മ്യൂണിക്കേഷൻ മാത്രം പോരാ, കംപ്രസറും കൂടെ എടുക്കണം. അപ്പോൾ ഞാനിവിടെ കംപ്രസർ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കംപ്രസർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെയിം കംപ്രസർ അല്ല, അതുകൊണ്ടിട്ടാണ് ഈ ഒരു പിടുത്തം പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വളരെ കുഴപ്പിക്കുന്ന ഒരു കേസാണിത്. ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻഡോറിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് തോന്നും, പക്ഷേ ഒരു സിമ്പിൾ കാര്യമായിരുന്നു ഇതിനകത്ത് പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇത്രയും സമയം ആവശ്യമായിട്ട് വന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഒരു PCB റെഡി ആയിട്ടുണ്ട്. നമുക്ക് കംപ്രസറും എടുത്ത് കംപ്രസറും റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.